8,500 കിലോമീറ്റർ, 20 സംസ്ഥാനങ്ങൾ, 53 ദിവസം, 25 വയസ്സുകാരി തന്റെ ഹിമാലയൻ ബൈക്കിൽ ഒറ്റയ്ക്ക് രാജ്യം ചുറ്റി തിരിച്ചെത്തി. അളഗപ്പ നഗർ പൂക്കോട് സ്വദേശിനി പവനയാണ് ഒറ്റയ്ക്ക് രാജ്യം ചുറ്റി ഞായറാഴ്ച തിരിച്ചെത്തിയത്. ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ എന്റെ രാജ്യം സുരക്ഷിതമാണെന്നും താനാണ് തെളിവെന്നും യാത്രയ്ക്ക് ശേഷം പവന പറഞ്ഞു. പൂക്കോട് കീനൂർ വൈദ്യക്കാരൻ സുനിലിന്റെയും സുമയുടെയും മകളാണ് പവന. നന്നേ ചെറുപ്പത്തിലെ യാത്രകളോടുള്ള ഇഷ്ടം തന്നെയാണ് പവനയെ ഈ യാത്രയ്ക്ക് ഏറെ പ്രചോദനമായതും. ജൂലൈ 31 യാത്ര ആരംഭിച്ചത്. ഏറെ സാഹസികത നിറഞ്ഞ യാത്ര സെപ്റ്റംബർ 21 അവസാനിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ് പവന. ഇന്ത്യ മൊത്തം ചുറ്റിക്കാണണം എന്ന ആഗ്രഹം സ്കൂളിൽ പഠിക്കുമ്പോഴേ മനസ്സിൽ കയറിക്കൂടിയതെന്നും 15 വയസ്സിലെ തന്നെ തന്റെ ആഗ്രഹം ഇപ്പോൾ സഫലീകരിച്ചു എന്നും പവന പറയുന്നു. എന്നാൽ ഈ യാത്രയിലും ജമ്മുകാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങൾ പ്രകൃതിക്ഷോഭം മൂലം ഒഴിവാക്കേണ്ടി വന്നു. മറ്റൊരിക്കൽ ഈ സ്ഥലങ്ങളും ഉൾപ്പെടെ യാത്ര ചെയ്യാനുള്ള ഒരുക്കത്തിലാണെന്നും പവന ഏറെ സന്തോഷത്തോടെ പറയുന്നു. ഞാൻ എന്റെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ 31 ഇപ്പൊ ഞാൻ എന്റെ റൈഡൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നേക്കാണ്. എനിക്ക് ഇന്ത്യ മൊത്തം ഒന്ന് കറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു 15 വയസ്സിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഭൂപടം കാണില്ലേ, അപ്പൊ അങ്ങനെ കണ്ടിട്ട് ഇന്ത്യയുടെ മാപ്പ് കണ്ടിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് എന്റെ മനസ്സിലൊരു ആഗ്രഹം. പക്ഷെ അത് ഇപ്പോഴാണ് 25 വയസ്സിൽ അത് സാധിക്കുന്നത്. അപ്പൊ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിലെനിക്കൊരു 3 സ്റ്റേറ്റ്സ് കയറാൻ പറ്റിയില്ല: ജമ്മു കാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്. അവിടെ ലാൻഡ് സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ തന്നെ ടിവിയിലും പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടോ, ഭയങ്കര അപകട സിറ്റുവേഷൻ ആയിരുന്നു. എനിക്ക് അത് കാരണം അവിടേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, റോഡൊക്കെ ഒലിച്ചു പോയ കാരണം. പകരം ബാക്കി ഒരുവിധം ഇന്ത്യയിലെ ഒരുവിധം സ്റ്റേറ്റ്സ്, 20 സ്റ്റേറ്റ്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. മേഘാലയ, നാഗാലാൻഡ് ആ ഏരിയ പോയിട്ടില്ല കേട്ടോ. ആ ഏരിയ പിന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് പോകണമെന്ന് എനിക്കൊരു പ്ലാൻ ഉള്ളത് കൊണ്ട് ഞാനത് ഈ ഒരു ട്രിപ്പിൽ ഉൾപ്പെടുത്താഞ്ഞതാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് 20 സ്റ്റേറ്റ്സും കവർ ചെയ്ത് പോകുന്നു. ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് ഓരോ സ്റ്റേറ്റ്സിൽ കിട്ടിയത്. വളരെ നല്ല അനുഭവങ്ങളാണ് കേട്ടോ. കൂടുതലും അങ്ങനെ എന്താ പറയാ, ഗേൾസ് സേഫ് അല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഈ ഒരു യാത്രയിൽ ഉണ്ടായിരുന്നിട്ടില്ല. കാരണം ഓൾമോസ്റ്റ് സ്റ്റേറ്റ്സ് ചെയ്ത് ആൾക്കാർ നമ്മളോട് ഭയങ്കര റെസ്പെക്ട്ഫുള്ളി ആണ് ബിഹേവ് ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നമ്മളോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതൊക്കെ ഭയങ്കര റെസ്പെക്ട്ഫുള്ളി ആയിരുന്നു. അപ്പൊ അതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിപ്പോ നമ്മുടെ കേരളത്തിലായാലും ശ്രദ്ധിക്കണം എന്നാലും പറയാല്ലെങ്കിൽ പിന്നെ അപകട സിറ്റുവേഷൻസ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. നമ്മള് മാക്സിമം ശ്രദ്ധിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും എവിടെയും ട്രാവൽ ചെയ്യാം എന്നുള്ളൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ. അപ്പോൾ പെൺകുട്ടികളൊക്കെ പഠിച്ചു നിൽക്കാതെ ഈ രംഗത്തേക്ക് വരണം കേട്ടോ. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോഴല്ലേ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്റെ കൂട്ടുകാരെയൊന്നും കൊണ്ടുകൊണ്ട് ഒറ്റയ്ക്ക് പോയി എന്നുള്ളത്. ഒരൊറ്റ കാരണതേ ഉള്ളൂ: എപ്പോൾ ഉറങ്ങണം, എപ്പോൾ എണീക്കണം, അല്ലെങ്കിൽ എവിടേക്ക് പോകണം, അതൊക്കെ നമുക്ക് സ്വയം തീരുമാനിച്ചിട്ട് നമുക്ക് പോവാം. അപ്പൊ അതിന്റെയൊക്കെ ഒരു സന്തോഷമുണ്ട്. അപ്പോ ഇനിയും അതിന്റെ യാത്രകൾ തുടരുന്നതായിരിക്കും. ഹിമാലയൻ ബൈക്കാണ് പവന തന്റെ യാത്രയ്ക്ക് കൂടെ കൂട്ടിയത്. യാത്രയിലുടനീളം യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ തിരിച്ചു നാട്ടിലെത്തിയതിന്റെ സന്തോഷത്തിൽ കൂടെയാണ് പവന. കരാട്ടെ ഇൻസ്ട്രക്ടർ കൂടിയായ പവന സ്കൂളുകളിൽ ഉൾപ്പെടെ നിരവധി കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നു.